1995 വാൻകൂവർ, ബ്രിട്ടീഷ് കൊളംബിയ. ആ കാലഘട്ടത്തിൽ ഡൗൺ ടൗൺ ഈസ്റ്റ് സൈഡിലുള്ള ഒരുപാട് സ്ത്രീകൾ മിസ്സിംഗ് ആയി. ആ വാർത്ത പുറത്തായപ്പോൾ അതിനു പിന്നിൽ ഒരു സീരിയൽ കില്ലറാണെന്ന് ജനങ്ങൾ ഉറപ്പിച്ചു. സോ അയാളെ പേടിച്ച് രാത്രിയിൽ അവിടുത്തെ ജനങ്ങൾ പുറത്തിറങ്ങാതായി. എങ്കിൽ പോലും തുടർച്ചയായി സ്ത്രീകൾ മിസ്സിംഗ് ആയി. പക്ഷേ അവരെവിടെ പോയെന്നോ അവർക്ക് എന്തു പറ്റിയെന്നോ ആർക്കും അറിയില്ല. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തപ്പോൾ കാണാതായവരിൽ അധികവും ലൈംഗിക തൊഴിലാളികളും ഡ്രഗ് അഡിക്ട്സുമായതുകൊണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്നും നടപടികൾ ഉണ്ടായില്ല. എന്നാൽ 2 വർഷങ്ങൾക്ക് ശേഷം 1997 മാർച്ച് 23 രാത്രിയിൽ ബ്രിട്ടീഷ് കൊളംബിയയിലെ പോർട്ട് കോക്കിറ്റ്ലം എന്ന സ്ഥലത്തുള്ള ഒരു വീടിന്റെ ഡോറിൽ അതിശക്തമായി ആരോ മുട്ടി. വീട്ടിലുള്ളവർ ഡോർ തുറന്നു നോക്കിയപ്പോൾ അമ്പരന്നു പോയി. പുറത്ത് ഒരു സ്ത്രീ അവരുടെ വയറ്റിൽ തപ്പിപ്പിടിച്ചുകൊണ്ട് കുനിഞ്ഞു നിൽക്കുന്നു. അവരുടെ വയറ്റിൽ നിന്നും രക്തമൊഴുകുന്നുണ്ടെന്ന് മാത്രമല്ല കയ്യിൽ വിലങ്ങുമിട്ടിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ മിസ്സിംഗ് ആയിട്ടും അവരുടെ ബോഡി കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ എന്താണ് ആ സൈക്കോ അവരെ ചെയ്തതെന്നും 49 സ്ത്രീകളെ കൊടൂരമായി കൊലപ്പെടുത്തിയ ആ സൈക്കോ സീരിയൽ കില്ലർ എങ്ങനെയാണ് പിടിയിലായതെന്നും ഈ വീഡിയോയിലൂടെ അറിയാം. വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. കയ്യിൽ വിലങ്ങിട്ട നിലയിൽ വയറ്റിൽ കുത്തേറ്റ ആ സ്ത്രീയെ ഉടൻ തന്നെ ആ വീട്ടുകാർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ചികിത്സയ്ക്ക് ശേഷം തനിക്കെന്താണ് സംഭവിച്ചതെന്ന് അവിടെയുള്ള ഒരു നേഴ്സിനോട് ആ സ്ത്രീ വെളിപ്പെടുത്തി. തന്റെ പേര് വെൻഡി എന്നാണെന്നും പിഗ്ഗി പാലസ് എന്ന നൈറ്റ് ക്ലബിൽ താൻ പാർട്ടിക്ക് പോയെന്നും അവിടെ വെച്ച് അതിന്റെ ഓണർ റോബർട്ട് തന്റെ കയ്യിൽ വിലങ്ങിടാൻ ശ്രമിച്ചെന്നും പക്ഷേ ഞാനത് ചേർത്തപ്പോൾ റോബർട്ട് അവന്റെ കയ്യിലിരുന്ന കത്തി വെച്ച് എന്റെ വയറ്റിൽ കുത്തിയെന്നും എന്നാലും എന്റെ വയറ്റിൽ കുത്തിയ കത്തി വലിച്ചൂരി ഞാൻ അവന്റെ മുഖത്ത് കുത്തിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടെന്നും അതിനുശേഷമാണ് അവിടെ അടുത്തുള്ള ഒരു വീടിന്റെ ഡോറിൽ തട്ടിയതെന്നും വെൻഡി പറഞ്ഞു. അത് പറഞ്ഞു തീർന്നതും അതേ ഹോസ്പിറ്റലിൽ തന്നെ മുഖത്ത് കുത്തേറ്റ മുറിവുമായി റോബർട്ട് ചികിത്സയ്ക്കെത്തി. വിവരമറിഞ്ഞ പോലീസും ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി. അങ്ങനെ റോബർട്ടിനെ ക്വസ്റ്റ്യൻ ചെയ്ത പോലീസ് അയാളുടെ പോക്കറ്റിൽ നിന്നും ഒരു കീ കണ്ടെത്തി. ആ കീ എടുത്ത് വെൻഡിയുടെ കൈകൾ ബന്ധിച്ചിരുന്ന വിലങ്ങിലിട്ടപ്പോൾ അത് ഓപ്പണായി. സോ വധശ്രമത്തിന് കേസെടുത്ത് പോലീസ് റോബർട്ടിനെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ റോബർട്ടിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ വെൻഡി ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്, അവള് പറയുന്നത് കള്ളമാണ്, അവളെന്റെ ക്ലബിൽ പാർട്ടിക്ക് വന്നിട്ട് അവിടുന്ന് പണം അടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ അവളെ വിലങ്ങ് വെച്ചത്, തുടർന്നുള്ള സംഘർഷത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത്, ഭാഗ്യത്തിനാണ് താൻ രക്ഷപ്പെട്ടതെന്നും റോബർട്ട് പറഞ്ഞു. സോ വെൻഡി ഒരു ഡ്രഗ് അഡിക്റ്റും ലൈംഗിക തൊഴിലാളിയുമായതുകൊണ്ട് അവളുടെ മൊഴി വിശ്വാസയോഗ്യമല്ലാത്തതിനാൽ റോബർട്ടിനെ വെറുതെ വിട്ടു. 1949 ബ്രിട്ടീഷ് കൊളംബിയയിലാണ് റോബർട്ട് പിക്ടൺ ജനിച്ചത്. അയാൾക്കൊരു സഹോദരനും സഹോദരിയുമുണ്ട്. അവരുടെ മാതാപിതാക്കൾക്ക് പോർട്ട് കോക്കിറ്റ്ലം എന്ന സ്ഥലത്ത് ഒരു പിഗ് ഫാം ഉണ്ടായിരുന്നതിനാൽ അവർ 3 പേരും ആ ഫാമിലാണ് ജനിച്ചു വളർന്നത്. 1970 അവരുടെ പേരൻസ് മരണപ്പെട്ടതിന് ശേഷം റോബർട്ടും അയാളുടെ ബ്രദറും ആ ഫാം ഏറ്റെടുത്തു. തുടർന്നുള്ള 20 വർഷത്തോളം അവരാ ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അത് വിജയകരമായി നോക്കി നടത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ആയതിനാൽ പന്നികൾ അവിടെ അലസമായി അലഞ്ഞു തിരിയുന്നത് ഒരു പതിവായിരുന്നു. സദാസമയവും പിക്ടൺ ബ്രദേഴ്സ് പന്നികൾക്കൊപ്പമാണ് ചിലവഴിച്ചതെങ്കിലും വീടിനുള്ളിൽ പോകുമ്പോൾ പോലും അവർ കുളിക്കുകയോ ബൂട്ട്സ് ഊരുകയോ പോലും ചെയ്തിരുന്നില്ല. വർഷങ്ങളായി അവരുടെ ഫാമിൽ ജോലി ചെയ്യുന്ന ബിൽ പറയുന്നത് പുകവലിയും മദ്യപാനവും ഇല്ലെങ്കിൽ പോലും റോബർട്ട് ഒരു വിചിത്ര മനുഷ്യനാണെന്നാണ്. ഫാമിൽ നിന്നും വരുമാനം കുറവായതുകൊണ്ട് പിക്ടൺ ബ്രദേഴ്സ് അവരുടെ കുറച്ച് വസ്തുക്കൾ വിൽക്കാൻ തീരുമാനിച്ചു. 1994 മുതൽ 95 വരെ അവരുടെ വസ്തുക്കൾ വിറ്റതിലൂടെ $5 മില്യൺ അവർക്ക് ലഭിച്ചത്. പെട്ടെന്ന് ഒരുപാട് പണം ലഭിച്ചതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് ആലോചിച്ചിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് കരുതി പിഗ്ഗി പാലസ് ചാരിറ്റി അവർ ആരംഭിച്ചു. സോ അവിടെ വെച്ച് നടത്തുന്ന ഡാൻസും മറ്റു ഷോകളിലൂടെയും ലഭിക്കുന്ന പണം പൊതുജനങ്ങളെ സഹായിക്കുന്ന മറ്റ് ചാരിറ്റി വർക്കേഴ്സിന് നൽകാനായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ ആരംഭത്തിൽ അതായിരുന്നു പ്ലാനെങ്കിലും പിന്നീട് വാൻകൂവറിലുള്ള ഡ്രഗ് അഡിക്ട്സും പ്രോസ്റ്റിറ്റ്യൂട്ട്സും ഒക്കെ വന്ന് എൻജോയ് ചെയ്യുന്ന ആഭാസന്മാരുടെ കേന്ദ്രമായി പിഗ്ഗി പാലസ് മാറി.
പിഗ് ഫാം നടത്തുന്ന സമയത്ത് അനിമൽ വേസ്റ്റ് നിക്ഷേപിക്കാനായി വാൻകൂവറിലുള്ള റെൻഡറിംഗ് പ്ലാന്റിൽ റോബർട്ട് പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ വാൻകൂവറിലുള്ളവർക്ക് അയാളെ നല്ല പരിചയമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ അവിടെയുള്ള സ്ത്രീകൾ മിസ്സിംഗ് ആവുന്നതും വെൻഡി എന്ന സ്ത്രീ കുത്തേറ്റ് ഒരു വീടിന്റെ വാതിൽ മുട്ടിയതും റോബർട്ടിനെ അറസ്റ്റ് ചെയ്തെങ്കിലും അയാൾ പറഞ്ഞ കഥ കേട്ട് പോലീസ് അയാളെ വെറുതെ വിട്ടതും. പോലീസ് വെറുതെ വിട്ടെങ്കിലും അയാളുടെ ഫാമിൽ ജോലി ചെയ്തിരുന്ന ബില്ലിന് റോബർട്ടിനെ മാസങ്ങളായി സംശയമായിരുന്നു. കാരണം പാർട്ടി ചെയ്യാനായി വാൻകൂവറിലുള്ള ഒരുപാട് സ്ത്രീകളെ റോബർട്ട് പിഗ്ഗി പാലസിൽ കൊണ്ടുവരാറുണ്ട്. സോ കാണാതായ സ്ത്രീകളും റോബർട്ടും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് സംശയിച്ച ബിൽ ഈ കാര്യം പോലീസിനെ അറിയിച്ചു. മാത്രമല്ല ഈയടുത്ത് പിഗ്ഗി പാലസിൽ പാർട്ടിക്ക് വന്ന ഒരു സ്ത്രീ റോബർട്ടിന്റെ ട്രെയിലർ റൂമിൽ ഒരുപാട് സ്ത്രീകളുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും പേഴ്സും കണ്ടെന്നും ബിൽ പോലീസിനെ അറിയിച്ചു. അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ ഒരു കംപ്ലൈന്റ് തന്നാൽ വാറന്റ് വാങ്ങി ഞങ്ങൾ സെർച്ച് ചെയ്യാമെന്ന് പോലീസ് പറഞ്ഞു. പക്ഷേ റോബർട്ട് തന്നെ അപായപ്പെടുത്തുമോ എന്ന് ഭയന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ ആ സ്ത്രീ തയ്യാറായില്ല. അങ്ങനെ സ്വാഭാവികമായും പോലീസിന്റെ ശ്രദ്ധ മറ്റൊരു വഴിക്കായി. തുടർന്നുള്ള വർഷങ്ങളിൽ ഒരു തടസ്സവുമില്ലാതെ പിഗ്ഗി പാലസ് പാർട്ടി റോബർട്ട് തുടരുകയും ചെയ്തു. എന്നാൽ പിന്നീടൊരു ഘട്ടത്തിൽ പിഗ്ഗി പാലസ് പാർട്ടി ഗവൺമെന്റ് ബാൻ ചെയ്തു. അതുവരെയും പിഗ്ഗി പാലസിൽ ജോലി ചെയ്തിരുന്ന ബിൽ തുടർച്ചയായി പോലീസിനെ കോണ്ടാക്ട് ചെയ്തിട്ടും ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല. ഒടുവിൽ 2012 റോബർട്ടിന്റെ ട്രെയിലറിൽ ഇല്ലീഗൽ വെപ്പൺസ് ഉണ്ടെന്ന് അവിടെ പണ്ട് ജോലി ചെയ്തിരുന്ന ഒരാൾ പോലീസിൽ പരാതി നൽകിയപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ സെർച്ച് ചെയ്തു. അങ്ങനെ റോബർട്ടിന്റെ ട്രെയിലറിൽ നിന്നും ഇല്ലീഗൽ വെപ്പൺസും കാണാതായ സ്ത്രീകളുടെ വസ്തുക്കളും പോലീസ് കണ്ടെത്തി. മാത്രമല്ല ആ ഫാം മുഴുവൻ സെർച്ച് ചെയ്തപ്പോൾ കാണാതായ സ്ത്രീകളുടെ രക്തക്കറയും പോലീസ് കണ്ടെത്തി. അങ്ങനെ ജയിലിലായ റോബർട്ട് അവിടെ വെച്ച് താൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഒരു ജയിൽമേറ്റിനോട് തുറന്നു പറഞ്ഞു. പക്ഷേ അത് ജയിൽമേറ്റ് ആയിരുന്നില്ല, അതൊരു അണ്ടർ കവർ പോലീസ് ഓഫീസർ ആയിരുന്നു. ഇതുവരെയും ഞാൻ 49 സ്ത്രീകളെ കൊലപ്പെടുത്തിയെന്നും അവരുടെ ബോഡി പോലീസല്ല ആര് വന്നാലും കണ്ടുപിടിക്കാൻ കഴിയില്ല, കാരണം ആ രീതിയിലാണ് ഞാനത് ഡിസ്പോസ് ചെയ്തതെന്നും റോബർട്ട് പറഞ്ഞു. അതിനുശേഷം പോലീസ് റോബർട്ടിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ 1991 മുതൽ റോബർട്ട് കൊല ചെയ്യാൻ ആരംഭിച്ചെന്നും 1996 പിഗ്ഗി പാലസ് ചാരിറ്റി ആരംഭിച്ചതിന് ശേഷമാണ് കൂടുതൽ സ്ത്രീകളെ കൊല്ലാൻ തുടങ്ങിയതെന്നും വ്യക്തമായി. പാർട്ടിക്ക് വരുന്ന സ്ത്രീകളെ തന്റെ ട്രെയിലർ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ കയ്യിൽ വിലങ്ങ് വെക്കുന്നു. അതിനുശേഷം അവരുടെ ശരീരത്തിൽ ആന്റിഫ്രീസ് ഇഞ്ചക്ഷൻ കുത്തിവെച്ചോ കഴുത്തു ഞെരിച്ചോ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം അവരുടെ ബോഡി വെട്ടിനുറുക്കി പന്നികൾക്ക് തീറ്റി കൊടുക്കുന്നു. ബാക്കി വരുന്ന ഭാഗങ്ങൾ ഡൗൺ ടൗൺ ഈസ്റ്റ് സൈഡിലുള്ള റെൻഡറിംഗ് പ്ലാന്റിൽ നിക്ഷേപിക്കുന്നു. അനിമൽ വേസ്റ്റ് പൊടിച്ച് അതിൽ നിന്നും ജെലറ്റിൻ തയ്യാറാക്കുന്നത് റെൻഡറിംഗ് പ്ലാന്റ് ആണ്. മിഠായി മുതൽ ലിപ്സ്റ്റിക് വരെ ഉണ്ടാക്കാൻ ജെലറ്റിൻ ഉപയോഗിക്കുന്നു. ചില സമയത്ത് റോബർട്ട് തന്റെ ഇരകളുടെ ശരീരഭാഗങ്ങൾ നീറ്റായി മുറിച്ചെടുത്ത് അത് പൊടിച്ച് സോസേജും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സോസേജ് പിഗ്ഗി പാലസിൽ പാർട്ടിക്ക് വരുന്നവർക്കും അയൽക്കാർക്കും ഓർഫനേജിലും വരെ റോബർട്ട് വിളമ്പിയിട്ടുണ്ട്. ഇത് കേട്ട പോലീസുകാർ പോലും അമ്പരന്നു പോയി. അതിനുശേഷം അയാളുടെ ഫാം സെർച്ച് ചെയ്തപ്പോൾ 26 സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിൽ തന്നെ 6 പേരെ കൊലപ്പെടുത്തിയത് മാത്രമാണ് തെളിയിക്കാൻ കഴിഞ്ഞത്. ഒടുവിൽ റോബർട്ടിന് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു. എന്നാൽ 2024 മെയ് 31 ജയിലിനുള്ളിൽ വെച്ച് മറ്റൊരു തടവുകാരൻ റോബർട്ടിനെ കൊലപ്പെടുത്തി. സോ ഇതേപോലെ 2012 സുഹൃത്തുക്കൾക്കൊപ്പം രാത്രിയിൽ കറങ്ങാൻ പോയ സ്കൈലർ എന്ന പെൺകുട്ടി പിന്നെ തിരിച്ചു വന്നില്ല. 2012 അമേരിക്കയിൽ ചർച്ചാ വിഷയമായ ആ കേസിനെ പറ്റി അറിയാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.